പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ മലയാളക്കരയിലുണ്ട്. അത്തരത്തിലുള്ള ശീലം നിരന്തരമായി ഉത്തരവുകളായി ഇറക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. പലപ്പോഴും ഈ സ്ഥാപനത്തിലെ ഉത്തരവുകൾ ഞാൻ മണ്ടൻ ഉത്തരവുകൾ എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ചിന്താശേഷി ഇല്ലാത്ത ആളുകളല്ല KSRTCയുടെ തലപ്പത്തെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. വളരെയധികം ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ എങ്ങനെയാണ് തകർക്കേണ്ടതെന്നും ഈ സ്ഥാപനത്തെ എങ്ങനെയാണ് പൊളിച്ചു വീഴ്ക്കേണ്ടതെന്നും വളരെ വ്യക്തമായ ധാരണയുള്ള ചില ആളുകൾ ഇതിൻ്റെ തലപ്പത്തും പെൻഷനായ ശേഷം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ഓർഡറുകൾ ഇറക്കുവാനുള്ള കാരണം. ദീർഘദൂര ബസ്സുകൾ, പ്രത്യേകിച്ച് സൂപ്പർ ക്ലാസ് ബസ്സുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട KSRTCയുടെ നാഡീഞരമ്പുകളിൽ ഒന്നായിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ. അപ്പോൾ ഈയിടെ പുതിയ MD ഒരു മണ്ടൻ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും പുതിയ MDയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത്ര കാര്യമായ രീതിയിൽ പറയുവാൻ ഇല്ല എങ്കിലും നിയന്ത്രിക്കുന്ന ഒരാളല്ല, മറിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഒരാളാണ് എന്ന് ഇത്തരം ഉത്തരവുകളിലൂടെ വെൽഫെയർ അസോസിയേഷന് മനസ്സിലായി വരുന്നു എന്നുള്ളതാണ് രസകരം. തൻ്റെ പിതാവിൻ്റെ KSRTC കാലഘട്ടത്തിലെ എക്സ്പീരിയൻസുകളെ വളരെ ഭംഗിയായി ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരാളിൽ നിന്നും, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇത്തരമൊരു ഉത്തരവ് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഉത്തരവിനെക്കുറിച്ച് ഞാൻ പറയാം. KSRTCയിലെ സൂപ്പർ ക്ലാസ് സർവീസുകൾ എല്ലാ സ്ഥലങ്ങളിലും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ആളുകളെ കയറ്റണം എന്നുള്ള വിചിത്രമായൊരു ഉത്തരവാണ്. ഈ ഉത്തരവിന് ബലമായിട്ട് മുൻപ് KSRTCയുടെ ഓപ്പറേറ്റിംഗ് വിഭാഗം മേധാവിയായിട്ടിരുന്ന വ്യക്തി ഇപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അൺലിമിറ്റഡ് ഓർഡിനറി എന്ന് പറയുന്ന എവിടെയും നിർത്തുക എന്ന സർവീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഇതൊരു പൊല്ലാപ്പാകും എന്ന്. കാരണം ഇത് എങ്ങനെയാണ് ഇത് പൊല്ലാപ്പാകുന്നത്? ട്രാഫിക് നിയമം അനുസരിച്ച് ബസ് സ്റ്റോപ്പുകളിലല്ലാതെ ബസ് നിർത്തുവാൻ പാടില്ല. ബസ് സ്റ്റോപ്പുകൾ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഒരു ബസ് സ്റ്റോപ്പ് ഒരു സ്ഥലത്ത് തീരുമാനിക്കണം എങ്കിൽ ഏത് ക്ലാസ് ബസ്സുകളുടെ ബസ് സ്റ്റോപ്പാണ് അവിടെ വേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുകയും അതിന് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അതായത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ അധ്യക്ഷതയിൽ CI റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ള ഒരു ട്രാഫിക് കമ്മിറ്റിയാണ് സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത്. അന്നാണ് നിയമം കേട്ടോ. പക്ഷേ KSRTCയിലെ പേരാളന്മാരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പോലും തങ്ങൾക്ക് പുല്ലാണ് എന്നും മന്ത്രിയുടെ ഉത്തരവിനെ പോലും പുറങ്കാലിനടിക്കുന്ന KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവുണ്ടാക്കിയത് വെറും തെറ്റിദ്ധാരണാജനകമായിട്ടല്ല, വളരെ ബോധപൂർവമായി സ്വകാര്യ ബസ്സിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കറിയാം, റോബിൻ എന്ന് പറയുന്ന ബസ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തുകൊണ്ട് വരികയും ദീർഘദൂര മേഖലകളിലേക്ക് സർവീസുകൾ നടത്തുകയുമാണ്. അത്തരം സർവീസുകൾ കേരളത്തിൽ ഏകദേശം 700ഓളം സർവീസുകൾ ഇപ്പോഴുണ്ട്. ബാംഗ്ലൂരും മംഗലാപുരവും മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം, വേളാങ്കണ്ണി, പളനി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ ഈ പറയുന്ന സർവീസുകൾ നടത്തുന്നു. ആ സർവീസുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് സർവീസ്, ആ സർവീസ് ഈ പറയുന്ന ഏമാൻ്റെ ഉത്തരവിന് പ്രകാരം തിരുവനന്തപുരം കേശവദാസപുരം മുതൽ ഇങ്ങോട്ട് കൈ കാണിക്കുന്നിടത്തെല്ലാം നിർത്തി വരികയാണെന്ന് കരുതുക. ഈ വണ്ടി എപ്പോഴാണ് കോയമ്പത്തൂർ എത്തിച്ചേരുന്നത്? ഒരു സ്വകാര്യ ബസ് സർവീസ് കോയമ്പത്തൂർക്ക് തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്ത് യാത്രക്കാരനെ മറ്റൊരിടത്തും നിർത്താതെ ബൈപ്പാസ് വഴി കൃത്യമായി 6 മണിക്കൂറിൽ കോയമ്പത്തൂർ എത്തിക്കുമ്പോൾ 8-9 മണിക്കൂറോളം KSRTCക്ക് വേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് അധിക സമയമുണ്ടാകാൻ വേണ്ടി ഇത്തരമൊരു ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. മുൻപ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രി ബന്ധുവായിട്ടുള്ള ഒരു സ്വകാര്യ ബസ് മുതലാളി KSRTCയുടെ ചീഫ് ഓഫീസിൽ കയറി ഇറങ്ങിയത് വിവാദമായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഓപ്പറേറ്റിംഗ് വിഭാഗം മേധാവിയായിട്ടിരുന്നയാളാണ് ഇന്ന് ഗതാഗത മന്ത്രിയുടെ PA ആയിട്ട് ഇരിക്കുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഉത്തരവുകളുടെ പുറകിൽ. സ്വകാര്യ ബസ്സുകളെ സഹായിക്കാൻ വേണ്ടി KSRTCയുടെ ദീർഘദൂര സർവീസിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെ ജീവനക്കാരെക്കാൾ കൂടുതൽ പ്രതികരിക്കേണ്ടത് യാത്രക്കാരാണ്. കൂടുതൽ തുക കൊടുത്ത് പെട്ടെന്ന് എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യമായി KSRTCയുടെ സൂപ്പർ ക്ലാസ് സർവീസിനെ യാത്ര ചെയ്യുവാൻ എത്തിച്ചേരുന്ന റിസർവേഷൻ ചെയ്തതും അല്ലാത്തതുമായ യാത്രക്കാരെ അമിതമായ യാത്രാക്കൂലി മേടിക്കുകയും അതോടൊപ്പം തന്നെ കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോവുകയും ഇത്തരത്തിൽ വഴിയിലെ എല്ലാ സ്റ്റോപ്പിലും നിർത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് യാത്രക്കാരുടെ മേലുള്ള അവകാശ ലംഘനമാണ്, യാത്രക്കാരെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും യാത്രക്കാരുമാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഏതായാലും സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഘടകം
KSRTCയിൽ പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളുടെ തെളിവോടുകൂടി വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുകയാണ്. കാരണം KSRTCയുടെ നിയന്ത്രണ രേഖയിലുള്ള ഈ നിയന്ത്രിക്കുന്ന കരങ്ങളിൽ സ്വകാര്യ ബസ് ലോബിയുടെ അഴിമതിയുടെ പങ്ക് കൈപ്പറ്റിയവർ ഉണ്ടോ എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ സംശയിക്കുന്നു. അതാണ് ഇത്തരം ഉത്തരവുകൾ. ഈ ഉത്തരവുകൾക്കെതിരെ പൊതുജനം, യാത്രക്കാർ പ്രതിഷേധിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. Thank you.